ഈ വീഡിയോയിൽ വളരെ ഡീപ്പായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അസീം മുനീർ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇറാനിലുണ്ട്. ഇറാനിൽ ചർച്ചകൾ നടക്കുകയാണ്. ഖത്തറിൻ്റെ പിന്തുണയോടുകൂടിയാണ്, സപ്പോർട്ടീവോടുകൂടി ചർച്ച നടത്തുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഖത്തറിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല. തുടക്കം മുതലേ ഇതിൻ്റെ ക്രെഡിറ്റ് പാകിസ്ഥാന് വേണം എന്നുള്ളതിൽ അസീം മുനീറിനും പാകിസ്ഥാനും കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ഇതിനകത്ത്. ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് ഏതാണ്ട് ഒരു ഡീലിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള തരത്തിലാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മാത്രമാണോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ്റെ സൈഡിൽ നിന്നും അവരെന്താണ് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ഇസ്മായിൽ ബാഗേരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഒരു 5, 6 അല്ലെങ്കിൽ 8, 10 വിസിറ്റിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല അമേരിക്കയ്ക്കും ഇറാനും തമ്മിലുള്ളത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ വിഷയം ഒരു സെപ്പറേറ്റ് വിഷയമായിട്ട് അവതരിപ്പിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. സോ വി ആർ വില്ലിംഗ് ടു ടോക്ക്. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ നടത്താനും തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് ഇസ്മായിൽ ബാഗേരി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഒരു തരത്തിലുമുള്ള ഒരു കൺക്ലൂഷൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കൺക്ലൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇറാൻ പറയുന്നത്. വി കനോട്ട് സേ ദാറ്റ് വി ഹാവ് റീച്ച്ഡ് എ പോയിന്റ് വെർ ആൻ അഗ്രിമെന്റ് ഇസ് ക്ലോസ്. അപ്പോൾ അതിനകത്ത് നോ, ദാറ്റ്സ് നോട്ട് ദ കേസ് എന്നാണ് പുള്ളിക്കാരൻ വളരെ വിശദമായിട്ട് പറയുന്നത്. ഒരു വലിയ പാരാഗ്രാഫ് തന്നെ പുള്ളിക്കാരൻ വായിക്കുകയുണ്ടായി. ഡിഫറൻസസ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ദ US ആർ വെരി ഡീപ്പ് ആൻഡ് ന്യൂമറസ് and not easily resolved. We cannot say with certainty that after a few visits or talks over weeks or months, we will definitely reach a conclusion. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഇങ്ങനെ 10, 20 വിസിറ്റ് നടത്തി ചർച്ച നടത്തിയതുകൊണ്ട് മാത്രം ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം തീരില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. വളരെ വ്യക്തമാണ് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ NPT പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്, അതായത് ഇറാൻ ന്യൂക്ലിയർ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇറാൻ എന്തുകൊണ്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തിക്കൂടാ, എന്തുകൊണ്ട് നമ്മളെ തടയുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. ഫോക്കസ് ഓൺ നൗ എൻഡിങ് ദ വാർ, അതായത് യുറേനിയം ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരൂ എന്നാണ് ഇറാൻ ക്ഷണിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം, പക്ഷേ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ മിണ്ടരുത്. അതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. 25 കപ്പലുകൾ ഇതുവരെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നു പോയിട്ടുണ്ട് എന്ന് പാകിസ്ഥാനും കൂടി അവകാശപ്പെടുന്നുണ്ട്. അതായത് അവരുടെ ചർച്ചയുടെ ഫലമായിട്ടാണ് 25 കപ്പലുകൾ ഇപ്പം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നു പോയിരിക്കുന്നത് എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെല്ലാം തന്നെ ടോൾ പേ ചെയ്തിട്ടാണ് കടന്നു പോയിരിക്കുന്നത്. അതും കൂടി നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വിഷയം അമേരിക്ക ഇടപെട്ട് ചർച്ച നടത്തി പരിഹരിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നാണ് ഇറാന്റെ നിലപാട്. എങ്ങനെ ചർച്ച നടത്തി പാകിസ്ഥാൻ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരും നമുക്കറിയില്ല. പക്ഷേ പല മാധ്യമങ്ങളും ഇതിനകത്ത് ഇപ്പം എവിടെയാണ് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പല ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇതിനകത്ത് നേടിയെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് ഏതിലേക്ക് കൂടിയാണ് ഇവർ പോസിറ്റീവ് റെസ്പോൺസ് കൊണ്ടുവരുന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. ഇനിയിപ്പോൾ നേരെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇതാമിർ ബെൻ ഗിവിർ എന്ന് പറഞ്ഞ ഫാർ റൈറ്റ് നിലപാടുള്ള ആ നാഷണൽ സെക്യൂരിറ്റി ഓഫീസർ, പുള്ളിക്കാരനെ ഫ്രാൻസ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഫ്രാൻസിലേക്ക് പോകാൻ പറ്റില്ല. അതുമാത്രമല്ല ഇറ്റലി, ജർമ്മനി, UK ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഫ്രാൻസ് ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്ക് ഒക്കുപ്പേഷനെ ഒരു കണ്ടംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറണം, വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സെറ്റിൽമെൻറ്റുകളൊന്നും തന്നെ പാടില്ല എന്ന നിലപാടാണ് ഈ രാജ്യങ്ങൾ എടുത്തിരിക്കുന്നത്. IDFൻ്റെ ഒരു സ്റ്റാഫ് സർജൻറ്റ് നോം ഹാംബർഗർ, IDFൻ്റെ സോൾജറാണ്, 23 വയസ്സ്, ഹെസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനാൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സംഭവം. നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ലെബനാൻ്റെ ഡ്രോൺ പതിച്ചതിൽ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തിനെ തുടർന്ന് അവരുടെ ഗ്രൗണ്ട് ഫോഴ്സ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും ഹെസ്ബുള്ള ഇസ്രായേലിൻ്റെ ഉള്ളിൽ ചില നിർണായക മേഖലകളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് അവർ പലപ്പോഴായിട്ട് എടുത്തു പറയുന്നത്. ലെബനൻ്റെ ഉള്ളിൽ ഹെസ്ബുള്ളയുടെ റിസാല എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ തന്നെ ആ സിവിൽ ഡിഫൻസ് സ്ഥാപനം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇന്നലെ ഓവർ നൈറ്റ് ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ നോർത്ത് ഈസ്റ്റേൺ ലെബനാൻ്റെ ബെക്ക വാലിക്ക് തൊട്ടപ്പുറത്തായിട്ട് തുരിതര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്.
يا ويلاه ضرب سيف معقول؟ جرحت بنتي بايدها، جرحت بنتي بايدها. انت لهم الله اكبر الله اكبر الله اكبر. راحوا الاسعاف. നിരവധി ടണലുകളാണ് കണ്ടെത്തി നശിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ അവർ പറഞ്ഞിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അണ്ടർഗ്രൗണ്ടിൽ ഇവർ പ്രധാനമായിട്ടും ഈ ടണൽ കുഴിക്കലാണല്ലോ പ്രധാന പരിപാടി. ഗാസയിലും അത് തന്നെ, ലെബനാന്റെ ഉള്ളിലും അത് തന്നെ പരിപാടി, ഇറാന്റെ ഉള്ളിലും അത് തന്നെയാണ് ഇവരുടെ കലാപരിപാടി. അപ്പോൾ ഈ ആക്രമണത്തിൽ പ്രത്യേകിച്ച് ടയർ റീജിയനിൽ നടത്തിയ അറ്റാക്കിൽ 25 മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായ പരിക്ക്. അവരും ഇപ്പോൾ ചികിത്സയിലാണ്. സിറിയയ്ക്കുള്ളിലെ അൽ റോജ് ISS ക്യാമ്പിൽ നിന്നും 7 ഓസ്ട്രേലിയൻ പൗരന്മാർ ഐസൈസിന്റെ മൂവ്മെന്റിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. വർഷങ്ങളായി ഇതിനു മുമ്പ് ഒരു സെറ്റ് ഓഫ് സ്ത്രീകളെ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലേക്ക്. അതേപോലെ അടുത്ത സെറ്റ് ഓഫ് 7 പേരെ ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് കയറ്റി അയച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഓസ്ട്രേലിയൻ പൗരന്മാർ ഈ ഐസൈസ് ക്യാമ്പിൽ ഇല്ല എന്നാണ് സിറിയ കൺഫേം ചെയ്തിരിക്കുന്നത്. ഇന്നലെ IDFന്റെ പാരാ ട്രൂപ്പ് വിങ് ഗാസയ്ക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഓപ്പറേഷൻ എന്തിനാണെന്ന് പറഞ്ഞാൽ സെവറൽ ഭീകരവാദികൾ, അതായത് സെവറൽ ഹമാസ് മെമ്പേഴ്സ് യെല്ലോ ലൈൻ മറികടന്ന് IDF തമ്പടിച്ചിരിക്കുന്ന ഏരിയയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ, ഇൻഫിൽട്രേഷൻ നടത്താൻ ശ്രമിച്ചപ്പോൾ IDF അറ്റാക്ക് നടത്തിയതാണ് എന്നാണ് ഇസ്രായേൽ കൺഫേം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ തോക്ക് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാസയ്ക്കുള്ളിൽ കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ തോക്കുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഫൂട്ടേജസ് അവൈലബിൾ ആണ്. ചില പ്രത്യേക കാരണങ്ങളാൽ ഞാനിവിടെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. അതൊരു മോട്ടിവേഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യാത്തതാണ്. പക്ഷേ കൊച്ചു കുട്ടികൾ വരെ അവിടെ ഈ തോക്കെടുത്ത് തക്ബീർ വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇറാൻ്റെ ഉള്ളിലായിക്കോട്ടെ, ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ തന്നെ തോക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ അതിൻ്റെ യൂസേജ്, അതിനെക്കുറിച്ച് വീഡിയോ, തസ്നീം ന്യൂസ് എന്ന് പറഞ്ഞ ഇറാൻ്റെ ടെലിവിഷൻ ചാനലിലൂടെ അവർ തോക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുള്ള വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നത്. അതുപോലെ IDF നുസറൈത്ത് ക്യാമ്പിലും അൽബ്രുജ് ക്യാമ്പിലും 2 ക്യാമ്പുകളിലും ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അറ്റാക്ക് നടത്തുന്നതിന് മുമ്പേ അവിടെ എവാക്വേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എവാക്വേഷൻ നോട്ടീസൊക്കെ ഇഷ്യൂ ചെയ്ത് അതൊക്കെ കൈപ്പറ്റിയ ആൾക്കാർ, ജീവനിൽ കൊതിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആക്രമണം നടത്തിയത്. വ്യത്യസ്തമായിട്ട് ഹമാസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടുത്തെ ജനങ്ങളെ ദേരൽ ബല എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കൺഫർമേഷൻ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ അവിടെ ഡെമോളിഷൻ നടത്തിയിരിക്കുന്നത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്. എവിടെ എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ. പെഡ്രോ സാൻഡേഴ്സിനെതിരെയാണ് ഈ പ്രതിഷേധം. നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ പെഡ്രോ സാൻഡേഴ്സിന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രൈബ് കേസ്, കറപ്ഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ആ കറപ്ഷൻ കേസിൽ ആരോപണ വിധേയമായിട്ടുള്ള ഇയാളുടെ ഭാര്യ. അപ്പോൾ തീർച്ചയായിട്ടും ഇയാളുടെ സപ്പോർട്ടോടുകൂടി തന്നെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. അത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു വികാരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വികാര പ്രകടനമാണ് ഇന്നലെ സ്പെയിനിൽ നടന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ ഇറങ്ങി, അതേപോലെ ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രൈം മിനിസ്റ്റർ മോദിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ഇവിടെ മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ മോദി അമേരിക്കയിലേക്ക് പോകുമ്പോൾ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. കാരണം അവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. കാരണം പണ്ടത്തെ പോലെ പോയി ഇങ്ങനെ പത്രസമ്മേളനം കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും അങ്ങനെ പത്രസമ്മേളനം കൊടുക്കാതെ വരാൻ പറ്റില്ല. കാരണം രണ്ടുപേരും 2 പോഡിയത്തിൽ നിന്നുകൊണ്ട് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ ചോദിക്കും. അപ്പോൾ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാകിസ്ഥാൻ യുദ്ധം ആര് നിർത്തി എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആര് അവസാനിപ്പിച്ചു? ട്രംപ് പറയുന്നു ട്രംപാണ് അവസാനിപ്പിച്ചതെന്ന്. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പാർലമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നേരെ മറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകേണ്ടി വരും. അത് ഓപ്പണായിട്ട് ട്രംപിനെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അമേരിക്കയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്താണോ പാർലമെന്റിൽ പറഞ്ഞത് അത് തന്നെ മോദി അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇത് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു വിഷയം പ്രൈം മിനിസ്റ്റർ മോദി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി വരുന്ന 3 വർഷത്തേക്കും ഒരു അമേരിക്കൻ സന്ദർശനം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണോ പദ്ധതി എന്നുള്ളതും നമുക്കറിയില്ല. പക്ഷേ ഇപ്പം നിലവിൽ അമേരിക്കയിലേക്കുള്ള ക്ഷണം മാർക്കോ റൂബിയോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അടുത്ത്. ഫോറിൻ മിനിസ്ട്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. അതുപോലെ മാർക്കോ റൂബിയോ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടന്ന ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓസ്ട്രേലിയ, ജപ്പാൻ,
ഇന്ത്യ, അമേരിക്ക 4 രാജ്യങ്ങളുടെ പ്രതിനിധികളും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും നമ്മൾ ഒരു MQ-23 കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രോൺ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും തുർക്കിയുടെ ബൈറാക്ടറിനെ മോണിറ്റർ ചെയ്യാനും പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുമുള്ള ഡ്രോൺ കടന്നുകയറ്റം തടയാൻ ഇത് ഉപയോഗപ്രദമാകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡോ പസഫിക് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അതേപോലെ വെനിസുല ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും നടത്തിയിട്ടുണ്ട് മാർക്കോ റൂബിയോ. US-ന്റെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഞങ്ങൾ 100 കപ്പലുകളെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇറാനിലേക്ക് വരാനിരുന്ന 100 കപ്പലുകളെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഞങ്ങൾ പിന്തിരിപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ അവർ നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് റിസൈൻ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഭർത്താവിന് ശരിക്കും ബോൺ മാരോ ക്യാൻസർ. അപ്പോൾ അതിനെ തുടർന്ന് പുള്ളിക്കാരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു റെസിഗ്നേഷനാണ്. ഹംഗറിയിൽ വീണ്ടും പ്രശ്നം. ഹംഗറിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഹംഗറി ഇതിനു മുമ്പ് വിക്ടർ ഓർബണാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ പ്രൈം മിനിസ്റ്റർ പീറ്റർ മെഗിയാർ ആണെന്നുണ്ടെങ്കിൽ വിക്ടർ ഓർബണിനെ എതിർത്ത് പല സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹംഗറി ഉക്രൈനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് റഷ്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. വിക്ടർ ഓർബണിനെതിരെ ഇരുന്ന ഒരു പൊളിറ്റിക്കൽ ആന്റി ഇൻകംബൻസിയെ മുതലെടുത്തുകൊണ്ട് പീറ്റർ മെഗിയാർ പൊസിഷനിൽ വന്നെങ്കിലും പുള്ളിക്കാരനിപ്പം റഷ്യക്കെതിരെയുള്ള നിലപാടെടുക്കാനും പറ്റുന്നില്ല, ഉക്രൈനെ പിന്തുണയ്ക്കുന്ന നിലപാടും എടുക്കാൻ പറ്റുന്നില്ല. ഉക്രൈന് ഫണ്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പീറ്റർ മെഗിയാർ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതേസമയം ഇപ്പോൾ ഹംഗറിക്കുള്ളിൽ ഉക്രൈനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. ഹംഗറിയുടെ തനതായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ ഏകദേശം ഉക്രൈനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സിമിലർ ഐറ്റംസ് ആണ്. ഇത്തരം ഐറ്റംസ് ഒക്കെ ഇവിടെ ഈ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇത് യുദ്ധത്തിനെ സഹായിക്കുന്ന രീതിയിൽ അവരുടെ രാജ്യത്തിൽ നിന്നും ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഹംഗറിയുടെ കർഷകരുടെയും ഹംഗറിയുടെ ഉള്ളിലുള്ള പരമാവധി പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ നിലപാട്. ഇതിനെ എങ്ങനെ പീറ്റർ മെഗിയാർ മറികടക്കുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബീഫ്, പോർക്ക്, മീറ്റ്സ്, ലാംബ്, ഗോട്ട്, പോൾട്രി, എഗ്സ്, ഹണി, വെജിറ്റബിൾസ്, വീറ്റ്, റേ, ബാർലി, കോൺ, ബക്ക്വീറ്റ്, ഫ്ലോർ, സൺഫ്ലവർ സീഡ്, കുക്കിംഗ് ഓയിൽ ആൻഡ് വൈൻ, ഇതൊന്നും തന്നെ ഉക്രൈനിൽ നിന്നും ഹംഗറിയിലേക്ക് ഇറക്കുമതി ചെയ്യണ്ട എന്നുള്ളതാണ് ഹംഗറിയുടെ നിലപാട്. ഇത് ഉക്രൈനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഇത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം വല്ലാത്ത ബുദ്ധിമുട്ട്. അതായത് വിക്ടർ ഓർബന്റെ നിലപാടുകളെ എതിർത്ത് സംസാരിച്ച് വിജയം നേടി കസേരയിലിരിക്കുന്ന പീറ്റർ മെഗിയാർ, വിക്ടർ ഓർബൻ വളരെ അനായാസം ഹാൻഡിൽ ചെയ്തിരുന്ന ഈ മേഖലയെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പീറ്റർ മെഗിയാരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കസേരയിൽ വന്ന് ഇരിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പം വിക്ടർ ഓർബൺ സമാധാനത്തിൽ ഒരു സൈഡിലിരുന്ന് കസേരയിട്ട് ഈ പീറ്റർ മെഗിയാറെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ്റെ ഒരു ലോങ് റേഞ്ച് ഡ്രോൺ സ്ട്രൈക്ക് എവിടേക്കാണെന്ന് പറഞ്ഞാൽ റഷ്യക്കുള്ളിൽ 1700 കിലോമീറ്റർ അകലെ, ഉക്രൈൻ റഷ്യ ബോർഡറിൽ നിന്നും 1700 കിലോമീറ്റർ ഉള്ളിലേക്ക് പെർം റീജിയനിൽ ഒരു കെമിക്കൽ ഫാക്ടറി, മെറ്റാഫെക്സ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ പ്ലാന്റിന് നേരെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അറ്റാക്ക് പ്രിസൈസ് ആണ്, സക്സസ്ഫുൾ ആയിട്ട് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇത് റഷ്യക്ക് വൻ നഷ്ടം തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഉക്രൈൻ തുടരെ നിരവധി കെമിക്കൽ പ്ലാന്റുകൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. എന്തായാലും 1700 കിലോമീറ്റർ അകലെയുള്ള ഒരു കെമിക്കൽ പ്ലാന്റിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ളത് ചെറിയ കാര്യമല്ല. റഷ്യക്ക് ഇതും തടയാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യയുടെ ലാർജസ്റ്റ് മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണിത്. അതുമാത്രമല്ല, ഈ കെമിക്കൽ പ്ലാന്റിൽ നിന്നും റഷ്യയുടെ ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ട, അതേപോലെ എയർ ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് പ്രൊഡക്ഷൻസ് ഈ കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. എയർക്രാഫ്റ്റ് സിസ്റ്റം, ഡ്രോൺസ്, റോക്കറ്റ് എഞ്ചിൻ, വെടിക്കോപ്പുകൾ, അതുപോലെ മിലിറ്ററി ഇലക്ട്രോണിക്സ്, ഇതെല്ലാം തന്നെ ഈ ഫാക്ടറിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഫാക്ടറിയാണ് ഉക്രൈൻ ആക്രമിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് അമേരിക്കയുടെ ഉള്ളിൽ ഒരു സ്പെസിഫിക് ഇൻസിഡന്റ്. ഈ ഇൻസിഡന്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന പറഞ്ഞാൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്താണ് സംഗതി എന്ന് പറഞ്ഞാൽ, സദൺ കാലിഫോർണിയ സിറ്റിയിൽ നിന്നും 40,000 പേരെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് 40,000 പേരെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ അവിടെ നിന്നും ലീക്ക് ആകുന്നുണ്ട്. എവിടെ നിന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് തന്നെ ലീക്ക് ആകുന്നുണ്ട്. GKN എയറോസ്പേസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഇങ്ങനെ വിഷവാതകം ലീക്കായിക്കൊണ്ടിരിക്കുന്നത്. ഗാർഡൻ ഗ്രോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 6000 മുതൽ 7000 ഗാലൻസ് ഓഫ് മീഥൈൽ മെഥാക്രൈലേറ്റ്, ഹൈലി ടോക്സിക് ഫ്ലേമബിൾ ആയിട്ടുള്ള വാതകമാണ്. ഇതാണ് ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് ഒരു ഇൻഡസ്ട്രിയൽ കെമിക്കലാണ്, പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ്ങിനൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് സ്പില്ലാകുന്നുണ്ട്, ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടില്ല. പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വലിയ രീതിയിലുള്ള ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഇത്തരത്തിലെ ലീക്ക് കണ്ടെത്തിയ സ്ഥിതിക്ക് അവിടുത്തെ ആൾക്കാരെയൊക്കെ എവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പൊട്ടിത്തെറിച്ചാലും വലിയ രീതിയിലുള്ള ജീവഹാനി ഉണ്ടാവില്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലോസ് ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നാണ് ഇപ്പോൾ അവർ കാത്തിരിക്കുന്നത്. അതായത് ഏതോ ഒരു ടാങ്കിലേക്ക് പോകുന്ന ഒരു വാൽവിൽ ഉണ്ടായ ഒരു തകരാറ്, ഈ വാൽവിലാണ് ഈ ലീക്ക് സംഭവിച്ചത്. അതിനെ തുടർന്നാണ് ഈ വാതകം ലീക്കായി തുടങ്ങിയത്. അത് ലീക്കാകുന്നതിൻ്റെ ആ വീഡിയോ ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ട്രംപിൻ്റെ ഒരു പോസ്റ്റ് ഞാനിവിടെ കാണിക്കാം. ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ട്രംപ് പലപ്പോഴായിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ട് ആൾക്കാരെ. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇറാൻ്റെ ഉള്ളിൽ അസീം മുനീർ തകൃതിയായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഖത്തറും തുർക്കിയും വളരെയധികം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഡീൽ ഇപ്പോൾ വരും, അല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ് വരും, ഇറാൻ സമ്മതിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരു ആത്മവിശ്വാസത്തിൽ അസീം മുനീർ അവിടെ നിന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. യെസ് ബോസ്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് ഉടനെ തന്നെ ഇങ്ങനൊരു പോസ്റ്റ് എടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്നിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ മാപ്പ് നിങ്ങൾ നോക്കൂ, ഇറാനെ, എൻറ്റയർ ഇറാൻ അമേരിക്കയായിട്ട് ചിത്രീകരിച്ചിട്ടാണ് ഈ ഇമേജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഇറാൻ എന്തായിരിക്കും മാനസികാവസ്ഥ? അത് ഡീലിലേക്ക് അനുകൂല നിലപാടെടുക്കണം എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ആൾക്കാർ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള അനുകൂല നിലപാടെടുക്കില്ല. അത്തരത്തിലാണ് ഈ പോസ്റ്റ്. അത്ര പ്രൊവോക്കേറ്റീവാണ് ഈ പോസ്റ്റ്. മെസ്സേജ് വളരെ ക്ലിയർ ആണ് ഇതിനകത്ത്. അതായത് ഇറാനെ അങ്ങ് അമേരിക്ക എടുത്തതുപോലെയാണ് പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അവർ ഡീൽ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാപ്പ് അംഗീകരിച്ചതായിട്ടാണ് അർത്ഥം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ചർച്ചകൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഗാലിബാഫ്, ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറായിട്ടുള്ള ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ കയ്യിൽ എന്ത് സൂക്ഷിക്കണം, എന്ത് ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട എന്നുള്ള തീരുമാനമെടുക്കേണ്ട റൈറ്റ് അത് പൂർണ്ണമായിട്ടും ഇറാനുള്ളതാണ്. അല്ലാതെ അത് മറ്റൊരാൾ പറഞ്ഞിട്ട് ഞങ്ങൾ നടപ്പിലാക്കുന്ന ആ ഒരു ശീലം ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള തരത്തിൽ അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഗാലിബാഫ് കൊടുത്തിരിക്കുന്നത്. നിലവിലെ പാകിസ്ഥാൻ, ഖത്തറൊക്കെ ചേർന്ന് ഇറാനെ കൺവിൻസ് ചെയ്യുന്നത് അടുത്ത 10 വർഷത്തേക്ക് ഈ എൻറിച്ച്ഡ് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം, ഫ്രീസ് ചെയ്യുക. ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺഫർമേഷൻ, എൻറിച്ച്ഡ് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തട്ടിക്കൂട്ട് തീരുമാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഖത്തറും പാകിസ്ഥാനും ശ്രമിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് നിലവിലെ സാഹചര്യം. എങ്ങനെയെങ്കിലും വിജയകരമായിട്ടൊരു ഡീല് പുറത്ത് കൊണ്ടുവരാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ ശ്രമിക്കുന്നത് നമ്മൾ പറയണമല്ലോ, ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. ജെന്യൂനായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. ഈ ചായയും ബിസ്ക്കറ്റും കഴിച്ചെങ്കിലും ഇരുന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇതുവരെ ഇറാൻ ഗ്രഹിച്ചിട്ടില്ല. ഇറാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫർമേഷനും പാകിസ്ഥാന് നൽകിയിട്ടില്ല. അതാണ് നിലവിലെ സാഹചര്യം. ചൈനയുടെ നോർത്തേൺ പാർട്ടിൽ സാൻഷി എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ ഒരു വലിയ നാച്ചുറൽ ഗ്യാസ് പൊട്ടിത്തെറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭൂമിക്കുള്ളിൽ ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി. അതിന് 82 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ സോഫാർ. മാസീവായിട്ടുള്ളൊരു പൊട്ടിത്തെറിയാണ്. ഗ്യാസ് എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത്. എനിവേ, എന്ത് തരത്തിലുള്ള ഗ്യാസ് എക്സ്പ്ലോഷൻ ആണെങ്കിലും വലിയൊരു ദുരന്തം തന്നെയാണത്. നമ്മൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ജർമ്മനിയുടെ ചാൻസലർ പറഞ്ഞിരിക്കുന്നത്, ഉക്രൈനെ ഫുൾ മെമ്പർ ആക്കണ്ട, ജസ്റ്റ് ഒരു പാർഷ്യൽ മെമ്പറായിട്ടെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ ചേർത്തൂടെ എന്നാണ് ചാൻസലർ മെർസ് ഫ്രെഡറിക് പറഞ്ഞത്. അപ്പോഴത്തേക്കും സെലൻസ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഉക്രൈനെ ഫുൾ മെമ്പർ ആക്കിക്കൂടാ? ഞാനാണ് നിങ്ങളുടെ സേവിയർ, ഞാനാണ് നിങ്ങളുടെ പ്രൊട്ടക്ടർ, ഞാനാണ് റഷ്യയുടെ കയ്യിൽ നിന്നും യൂറോപ്പിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. എന്നിട്ടും എനിക്ക് നിങ്ങൾ ഫുൾ മെമ്പർഷിപ്പ് തരാൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തുകൊണ്ട് എനിക്ക് ഫുൾ മെമ്പർഷിപ്പ് തരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യവുമായിട്ടാണ് ഉക്രൈനിലെ സെലൻസ്കി ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ജർമ്മനി ഉദ്ദേശിച്ചത് പോസിറ്റീവായിട്ടാണ്. ഉക്രൈനെ പതിയെ യൂറോപ്യൻ യൂണിയനിലേക്ക് മെമ്പറായിട്ട് കൊണ്ടുവരാമെന്നാണ് ജർമ്മനി വിചാരിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. പക്ഷേ ഇത് സെലൻസ്കിക്ക് മനസ്സിലാവണ്ടേ? ഇല്ലെങ്കിൽ സെലൻസ്കിയുടെ അടുത്ത് ഒരു ഫോൺ കോൾ വിളിച്ച് സംസാരിച്ചിട്ടെങ്കിലും ഇത് അവതരിപ്പിക്കണമായിരുന്നു. അപ്പോൾ സെലൻസ്കി വിചാരിച്ചത് അതിനെ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ, ഇത്രത്തോളം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഉക്രൈനെ ഇവർ യൂറോപ്യൻ യൂണിയനിൽ മെമ്പർ ആക്കില്ല, അതും പാർഷ്യൽ മെമ്പറേ ആക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരു ഇൻസൾട്ടായിട്ട് പുള്ളിക്കാരന് തോന്നിയിട്ടുണ്ട്. സെലൻസ്കി പണ്ടേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇച്ചിരി പുറകിലോട്ടാണ്. അപ്പോൾ എന്തായാലും ജർമ്മനിയുടെ ചാൻസലർ സെലൻസ്കിയുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലേക്ക് എങ്ങനെയെങ്കിലും ഉക്രൈനെ മെമ്പറായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് അതത്ര എളുപ്പമല്ല. കുറേ ആൾക്കാർ ഒബ്ജക്ഷൻ പറയും. ഇപ്പോൾ സ്ലോവാക്യ ആയിക്കോട്ടെ, ഇപ്പോൾ ഹംഗേരി ഡബിൾ സ്റ്റാൻഡാണ്, അപ്പം അവരുടെ നിലപാട് അറിയേണ്ടതുണ്ട്. അപ്പം അങ്ങനെ കുറേ രാജ്യങ്ങൾ ഇതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.